ഹലോ ഗായ്സ്, അപ്പോൾ ഒന്ന് ഓണമായിട്ട് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കോയമ്പത്തൂരാണുള്ളത്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഈ വണ്ടിയിലാണ് പോകുന്നത്. രാവിലെ 6 മണിക്കാണ് ഉള്ളത്. ഈ വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എത്താം. ഇതിനധികം സ്റ്റോപ്പില്ല. സോ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കോഴിക്കോട് എത്തും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വന്ദേ ഭാരത് വന്നിരിക്കുന്നു. അപ്പോൾ വന്ദേ ഭാരത് ഞാൻ അത്ര എടുത്തൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പോയി നോക്കി. പിന്നെ കോഴിക്കോട് എത്തിയിട്ട് ശരവണ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. ഞങ്ങൾ സാധാരണ സ്ഥിരം പോകാറുള്ളൊരു ഹോട്ടലൊക്കെ തന്നെയാണ് മിക്കവാറും കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിനൊക്കെ. സോ അവിടെ ചെന്നു. ഇത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ കടയുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ് സാധാരണ കിട്ടാറുള്ളത്. പക്ഷേ ഇന്ന് ചെന്നപ്പോൾ കുറച്ച് നിരാശപ്പെടേണ്ടി വന്നു ഗൈസ്. സാധാരണ മസാല ദോശയൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടാ, മസാല ദോശ ഒന്നും അത്ര പോരായിരുന്നു. ഞാൻ രാവിലെ ഇഡ്ഡലിയാണ് പറഞ്ഞത്. എനിക്ക് യാത്ര ചെയ്ത് വന്നപ്പോൾ അത്ര മൂഡുണ്ടായിരുന്നില്ല ഹെവി ആയിട്ട് കഴിക്കാൻ. സോ ഇഡ്ഡലി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ മസാല ദോശ പോരട്ടെ എന്ന് പറഞ്ഞു. സോ അത് കഴിച്ചു. എങ്ങനെയൊക്കെ കഴിച്ചു. മസാലയൊന്നും അത്ര പോരുണ്ടായിരുന്നില്ല. പക്ഷേ സച്ചിൻ പൂരി മസാലയാണ് വാങ്ങിയത്. അതിൻ്റെ കൂടെ കിട്ടിയ ഒരു പട്ടാണിയുടെ ഒരു ഗ്രേവി കറി ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ചായ കുടിച്ചു. പൊതുവേ ചായ കുടിക്കാറില്ല, യാത്രയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ചായയൊക്കെ കുടിക്കാറില്ല. പിന്നെ അങ്ങനെ ചായ കുടിച്ചപ്പോൾ ചായ ഇതേപോലെ പച്ചവെള്ളം പോലെ ഇരിക്കണം. പിന്നെ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. 12 രൂപയാണ് ഒരു ചായക്ക്. പക്ഷേ പോരാ. പിന്നെ അതൊക്കെ ചായയൊക്കെ കുറച്ച് കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇത്രയാണ് ബില്ലായത്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഡേറ്റ്സ് നട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വാങ്ങാമെന്നും പറഞ്ഞിട്ട് അജ്ഫാൻ എന്ന് പറയുന്ന കടയിലേക്ക് പോയത്. അത് കോഴിക്കോട് ഉണ്ട്. മലപ്പുറത്ത് അത്യാവശ്യം ബ്രാഞ്ചസൊക്കെ ഉള്ളൊരു കടയാണ്. അപ്പോൾ നല്ല വെറൈറ്റി ഓഫ് ഡേറ്റ്സ് ഒക്കെ കിട്ടും. സോ ഞങ്ങൾ കുറച്ച് അതൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ കടയിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഹണി കേക്ക് കഴിക്കാനാണ് കേട്ടോ ഈ കടയിലേക്ക് പോയത്. പിന്നെ നല്ലതായിരുന്നു ഹണി കേക്ക്. പക്ഷേ ആ ഹൈപ്പിനുള്ള അത്ര ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അത്യാവശ്യം വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സും നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റേറ്റ്സ് അത്യാവശ്യമുണ്ട്. അത്യാവശ്യമുള്ള കടയാണ്. പിന്നെ ബ്രസീലിയൻ നട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടു. നമ്മുടെ ചക്കക്കുരു പോലെ ഉണ്ട് കാണാൻ. അതെന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. അത് നമ്മുടെ ആൽമണ്ട് പിന്നെ കശുവണ്ടി അങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത പോലെ ഒരു ടേസ്റ്റാണ്. പക്ഷേ 3000 രൂപയാണ് കിലോന് വില. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോക്കസ് മാളിലേക്ക് പോയി. കാരണം മാക്സിൽ നിന്നാണ് ഞങ്ങൾ പൊതുവെ എടുക്കാറ്. കാരണം ഫിറ്റ് കറക്റ്റായിട്ട് കിട്ടും, കാഷ്വൽ വെയറൊക്കെ. സോ അതെടുക്കാമെന്ന് പറഞ്ഞു പോയി. പിന്നെ ഓണത്തിന് സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ ഒരുപാട് എടുത്തിട്ട് അത് ഓൾറെഡി ഉണ്ട്. അത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ക്യാഷ്വലായിട്ട് ഇടാവുന്ന ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് പോയി. ഫോക്കസ് മാളൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ കാണാൻ ഒരു ഓണം വൈബൊക്കെ വന്നു. ചേച്ചിമാരവിടെ ഇരുന്ന് പൂക്കളം ഇടുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഓണം വൈബ് തോന്നി. പിന്നെ ഡ്രസ്സ് എടുത്തു. എനിക്ക് സച്ചിന് അച്ഛനും അമ്മയ്ക്കും പിന്നെ കുഞ്ഞുവാവയുണ്ട്, അനിയത്തിയുടെ ഒരു വാവയുണ്ട്, കുഞ്ഞുവാവയ്ക്കും എടുത്തു. അങ്ങനെ പിന്നെ ബാക്കി നമുക്ക് നാട്ടിൽ ചെന്നിട്ട് അവരവർക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് കൊടുക്കാം അനിയത്തിക്കും അനിയനുമൊക്കെ വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വിശന്നപ്പം ഞങ്ങൾ റഹമത്തിലേക്കാണ് ബിരിയാണി കഴിക്കാൻ പോയത്. ഫുഡ് കൊണ്ടുവന്ന ചേട്ടൻ്റെ ഞങ്ങളടുത്ത് മുൻജന്മ വൈരാഗ്യമുള്ള പോലെ ഒരു പെരുമാറ്റമായിരുന്നു. ഞാനൊരു ചിക്കൻ ബിരിയാണി ഹാഫും സച്ചിനൊരു ബീഫ് ബിരിയാണി ഫുള്ളാണ് പറഞ്ഞത്. ബിരിയാണി ഓക്കെയാണ്, പക്ഷെ അത്ര ഹൈപ്പിനുള്ളതൊന്നുമില്ല. റേറ്റ് അത്യാവശ്യമുണ്ട്. 465 രൂപയായി. പിന്നെ വീട്ടിൽ വന്നു. ഞങ്ങൾ വൈകുന്നേരം ആയി എത്തിയപ്പോൾ കുളിച്ചു, റെസ്റ്റ് എടുത്തു. ഓക്കെ ബൈ ഗായ്സ്.